ഇന്നലെ ഒരു ഭയങ്കര സംഭവം ഉണ്ടായി. അതായത് എൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. ഒരു നാല് വർഷം, 2020 5 വർഷമായി. അപ്പം ഞാൻ സമയത്ത് കുറച്ച് ഡ്രഗ്സിൻ്റെ ഒക്കെ വിഷയങ്ങളിൽ പെട്ടിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേസ് ഇന്നലത്തോടെ തീർന്ന്. അതായത് നമ്മൾ നിരപരാധികളാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിട്ടയച്ച്. ഓക്കെ, നമ്മൾ ജഡ്ജ്മെൻറ്റിന് പോലും പോകാൻ പറ്റില്ല. ആക്ച്വലി നാളെയാണ് കേസ്, ഇന്നാണ് കേസ് എന്ന് വിചാരിച്ചു. പക്ഷേ ആക്ച്വലി ഇന്നലെ ആയിരുന്നു ജഡ്ജ്മെൻറ്റ്. അങ്ങനെ ജഡ്ജി വിധി പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ വിഷയം ഒരാളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ കണ്ണീരോടെയുള്ള പ്രാർത്ഥന കൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. പക്ഷേ എന്നിട്ട് ആ വ്യക്തി തന്നെ പറയാണ്, പക്ഷേ എല്ലാ പ്രാർത്ഥനയ്ക്കും പടച്ചോൻ എന്താണെന്നറിയില്ല, ഉത്തരം തരുന്നില്ല, ദൈവം ഉത്തരം തരുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. പക്ഷേ ഈ പ്രോസസ്സിൽ, ഈ സംഭവിച്ച കാര്യത്തിൽ, ഈ ചെയ്ത കാര്യത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവിടെ എന്താണോ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രൊസീജിയർ, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറാനുള്ളൊരു പ്രൊസീജിയർ, അത് വളരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തതുകൊണ്ട് മനസ്സിലായോ. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്തിട്ട് എവിടെ നമ്മൾ സ്റ്റക്കായാലും ആ സ്റ്റക്കായി എന്നുള്ളത് നമ്മൾ ആത്മാർത്ഥമായിട്ട് തിരിച്ചറിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രൊസീജിയർ ഉണ്ട്. കാരണം എന്താ, നമ്മൾ ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിലാണ് നമുക്കുണ്ടാവുന്ന ഓരോ ആപത്തും അല്ലെങ്കിൽ ഓരോ പ്രോബ്ലംസും. അപ്പം നമുക്കവിടെ നമ്മളെ ശ്രദ്ധിക്കാനുള്ള അവസരം കിട്ടുമ്പം അവിടെ നമ്മൾ ചെയ്തു പോകേണ്ട കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ പാലിക്കേണ്ട ചില ചര്യകളുണ്ട് ആയുർവേദത്തിൽ എന്നതുപോലെ. ആ പഥ്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പം നമ്മളൊരു പൊസിഷൻ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പൊസിഷനിൽ നമ്മളെത്തുന്നത്. അവിടെ ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. വിഷമിക്കുന്നതിന് പകരം, സങ്കടപ്പെടുന്നതിന് പകരം, പ്രാർത്ഥിക്കുന്നതിന് പകരം നമ്മൾ ഇതിൻ്റെ ആക്ടിവിറ്റിയുമായിട്ട് കണക്റ്റായി കഴിഞ്ഞാൽ നമ്മളൊരു പൊസിഷനിലെത്തും. നമുക്കിനി അവിടെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെയുള്ളൊരു സംഗതി നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ സത്യത്തിൽ അതാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം. പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളാണ്. അപ്പം നമ്മളുടെ പ്രവർത്തനം 24 മണിക്കൂറും ഈ പ്രാർത്ഥനയിലാണ്. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടൊരു കാര്യം സാധിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പം അതെൻ്റെ അഹങ്കാരത്തിൽ, അപ്പോൾ കണ്ണീരോടെയാണ് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ കണ്ണീരിൻ്റെ കൂടെ നിൽക്കാൻ 10 ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മളെ സൃഷ്ടിച്ച ആ പ്രപഞ്ചം, അല്ലെങ്കിൽ ആ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ ശക്തി നമ്മളെ കൂടെ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? കാരണം സങ്കടപ്പെട്ട് ജീവിക്കേണ്ട യാതൊരു കാര്യവുമില്ല. എവ്രിതിങ് വെരി ക്ലിയറാണ്. മനസ്സിലായോ? ഇപ്പോൾ നീന്തറിയാത്ത ഒരാൾ വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാൽ അവൻ്റെ കോൺഫിഡൻസോട് കൂടി അവൻ ചാടിയാൽ അവൻ മുങ്ങുമ്പോൾ എന്താണോ കയ്യിൽ കിട്ടുന്ന കാര്യം അതവൻ പിടിച്ചേ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ ഒറ്റക്ക് നീന്തി രക്ഷപ്പെടാമെന്നുള്ള ഭാഗത്ത് നീന്തറിയാത്തവൻ കയ്യിൽ കിട്ടിയ കമ്പ് പിടിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ പല കഥകളും അങ്ങനെ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആന കുത്താൻ വരുമ്പോൾ മാറിക്കോന്ന് പറഞ്ഞ വ്യക്തി ദൈവത്തിൻ്റെ രൂപത്തിൽ വന്ന് പക്ഷെ മാറിയില്ല, എന്നെ ദൈവം രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ആന കുത്തിക്കൊന്ന കഥ പോലെ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യം വരുന്നത് നമ്മളായിട്ട് തീരുമാനമെടുത്തിട്ടാണ്. ആ തീരുമാനം വർക്ക് ചെയ്യാൻ പോണില്ല. മറിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കണതെങ്കിൽ, ഇനി എത്ര പൊട്ടത്തരം ചെയ്തോട്ടെ, എത്ര വലിയ തെറ്റും ചെയ്തോട്ടെ, പക്ഷെ ആ തെറ്റിനെ തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ ആ തെറ്റ് ഞാൻ എന്നെ തിരിച്ചറിയാത്തത് കൊണ്ടാണെന്നുള്ള ആ തിരിച്ചറിവിലൂടെ മുന്നോട്ട് പോകുമ്പം അവിടെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടാണ്ട്. അല്ല, ഞാൻ ജീവിതം കഷ്ടപ്പാട് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും എത്ര നേരം നിസ്കരിച്ചാലും ഉത്തരം കിട്ടാൻ പോണില്ല. കാരണം എന്താ, ഉത്തരമെന്ന് പറയുന്നത് നമ്മളാണ്. അപ്പം നമ്മളെ തെളിയിച്ച് തൈര് അല്ല മോര് തൈര് എന്താ പറയുക, പാല് കടഞ്ഞ് തൈരും മോരും ഒക്കെ ആക്കുന്നത് പോലെ നമ്മൾ കടഞ്ഞെടുക്കണം. ദേവന്മാരും അസുരന്മാരും അമൃത് കടഞ്ഞെടുത്തതുപോലെ നമ്മൾ കടഞ്ഞെടുക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളെ പറയാൻ പോലുള്ള അർഹതയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ഭാഗം ഞാൻ ഹൈലൈറ്റ് ചെയ്യല്ല. ഞാൻ പറഞ്ഞു വന്നത്, അവിടെ ഓക്കെ, അത് സംഭവിച്ച്, അത് അക്സെപ്റ്റ് ചെയ്ത് അതിന് വേണ്ട പ്രൊസീജിയർ ചെയ്ത് ഇനി അവർ ജയിലിലാണ് കൊണ്ടുപോയി ഇടുന്നതെങ്കിൽ അവിടെ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം അതുപോലും ഇതിൻ്റെ ഫലം തന്നെയാണ്. മനസ്സിലായോ? അപ്പം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന അവസ്ഥക്ക്
കോട്ടം വരാത്ത രീതിയിൽ നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ നിരന്തരം പ്രാർത്ഥനയിലായിരിക്കണം. അപ്പോൾ എല്ലാ വിളിക്കുള്ള ഉത്തരം അവിടെ കിട്ടിയിരിക്കും. മറിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണില്ല, എന്നിട്ട് അടുത്ത വ്യക്തിയെ നമ്മളെന്താണ് കുറ്റം പറയാണ്. കാരണം ഈ ദൈവവുമായിട്ട് നമുക്ക് ബന്ധമുണ്ടെന്ന് പറയുകയും ആ വ്യക്തി ഇങ്ങനെയാണെന്ന് നമ്മൾ തീരുമാനിക്കുകയും ചെയ്യുമ്പം നമുക്ക് അവരോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അല്ലെങ്കിൽ അവിടെ ദൈവത്തേക്കാൾ കൂടുതൽ നമുക്ക് അവിടെ ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തെ ബലി കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. എന്നിട്ടോ നമ്മൾ രണ്ട് തോണിയിലും കൂടി കാലിട്ടിരിക്കുമ്പം നമുക്ക് ഈ അനുഗ്രഹത്തെ അറിയാൻ പറ്റൂല. ഇത് സിമ്പിളല്ലേ? കോമൺ സെൻസ് അല്ലേ? വളരെ സിമ്പിളാണ്.